ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിലെയോ കാലിലെയോ ഒക്കെ നഖം കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ നല്ല നഖം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കോളിഫ്ലവർ വാങ്ങിക്കഴിഞ്ഞാൽ 100% അതിൽ പുഴു ഉണ്ടാവും. നമ്മൾ പുഴുവിനെ ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ടാവും. അപ്പോൾ എന്നാലും അത് പുഴു ചത്തു പോകുന്നല്ലാതെ ആ ഒരു കോളിഫ്ലവറിന് പുഴു പോകണമെന്നില്ല. കാരണം അത്രയധികം ഡീപ്പായിട്ടുള്ള ബ്രാഞ്ചുകളാണ് അതിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ചൂടില്ലാത്ത വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ഏകദേശം ഒരു പിടി അളവിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ആ ഒരു ഉപ്പ് നന്നായിട്ട് ആ വെള്ളത്തിലുണ്ടായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ആ ഉപ്പൊക്കെ അലിയുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഏകദേശമൊക്കെ ഒന്ന് അലിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇറക്കി വെച്ച് കൊടുക്കാം. കോളിഫ്ലവർ അങ്ങനെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ കോളിഫ്ലവർ അങ്ങനെ ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു ബ്രാഞ്ച് പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് ചെറിയ പറ്റുന്ന രീതിയിൽ ചെറിയ പീസുകളായിട്ട് ആ വെള്ളത്തിലിട്ട് കൊടുക്കാം. മുഴുവനും അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ സെൻറ്ററിലുള്ള തണ്ട് നമുക്ക് ഒഴിവാക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ പൊട്ടിച്ച് ആ വെള്ളത്തിൽ നല്ല രീതിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരിക്കും വേണം. ഒരു 10-15 മിനിറ്റ് അതുപോലെ വെക്കാം. ഇതുപോലെ കോളിഫ്ലവർ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ആ കോളിഫ്ലവറിൽ ഉണ്ടായിരുന്ന പുഴുവും അതേപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്തുള്ള വെള്ളത്തിൽ ആ വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പുഴുക്കളൊക്കെ ചത്തുപോയത് മാത്രമല്ല എല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടാവും. നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു പുഴു ചത്തുപോവുകയും ചെയ്യും. അതേപോലെ തന്നെ ആ കോളിഫ്ലവറിൽ അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പം ഇതുപോലെ നിങ്ങൾ ഉപ്പുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കോളിഫ്ലവർ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിൽ മിക്ക ആളുകളുടെയും ഒരു ദിവസം തുടങ്ങുന്നത് നല്ലൊരു ചായയിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചായക്ക് ടേസ്റ്റ് ഇനിയും കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഏത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ ചായയിൽ നമ്മൾ ഏലക്കായൊക്കെ ഇട്ടിട്ട് കുടിക്കാറുണ്ടാവും. അപ്പം നമ്മൾ എടുക്കുന്ന ചായപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കായാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഏലക്കായ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏലക്കായൻ്റെ കുരു ഒന്ന് പൊടിയണം. അതിൻ്റെ തൊലിയൊന്നും വല്ലാണ്ട് പൊടിയണമെന്നില്ല. എന്നിട്ട് ഞാൻ ആ ചതച്ചത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പ്ലേറ്റിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഏതാണോ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കായ ചേർത്തുള്ള ചായ എല്ലാവർക്കും അത്രയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു ചായപ്പൊടിയെ നമ്മൾ ഇനിയും ഒന്ന് ടേസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഏലക്കായ ചേർക്കാത്ത ചായപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ആ വെയിലത്ത് ഈ ഒരു ചായപ്പൊടി വെക്കുക. വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കുക. ഇങ്ങനെ നന്നായിട്ട് വെയിൽ കൊണ്ട് എടുത്ത് വെച്ചിട്ടുള്ള ചായപ്പൊടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചൂട് പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. ആ ചൂടോട് കൂടി വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ചൂടിൻ്റെ ഒരു ആവി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചൂട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ചായപ്പൊടി കൊണ്ട് നിങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരുപാട് കാലം മുന്നേ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ. കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാണ്ട് നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ്. അപ്പം നമുക്ക് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കരിമങ്ങല്യവും മുഖക്കുരു വന്നുണ്ടാവുള്ള പാടുകളും അത് കഴുത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളും ഇതെല്ലാം നീക്കാനായിട്ട് നമുക്ക് ആയുർവേദ ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഈ ഗ്ലോബറി ഫേസ് പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു 1 വീക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. നമുക്ക് വെയിൽ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ് മാറാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുക മാത്രമല്ല നമ്മുടെ മുഖത്തെ സ്കിന്നാണെങ്കിലും കഴുത്തിലെ സ്കിന്നാണെങ്കിലും വളരെയധികം ബെറ്ററായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ നമ്മൾ ചേർക്കുന്നതെല്ലാം തന്നെ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കലുകളോ പ്രിസർവേറ്റീവോ ഫ്രേഗ്രൻസോ
ഒന്നും തന്നെ ചേർത്തുന്നില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട്, പ്രായ വ്യത്യാസമില്ലാണ്ട് ഏത് സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തയ്യാറാക്കുന്ന ഈ ഒരു ഗ്ലോബറി ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വളരെയധികം റിസൾട്ടുള്ള ഒന്നാണ്. ഒരുപാട് പേര് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേറെയും പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ. അതും തന്നെ ഒരുപാട് പേര് വാങ്ങിച്ച് അതിന് നല്ല നല്ല റിസൾട്ടുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കെമിക്കലുകളായിട്ടുള്ള ഒന്നും തന്നെ ചേർത്താത്ത നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. നമ്മുടെ മുടി സംബന്ധമായുള്ള പല പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമാണ് ഈ ഒരു ഹെയർ ഓയിൽ. നമ്മൾ തലയിലത്തെ താരം പോകാനും അതേപോലെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതേപോലെ തന്നെ അകാല നരം സംഭവിക്കുന്നത് തടയാനൊക്കെ നമുക്കിത് ഈ ഒരു എണ്ണ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. മുടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുള്ളവർക്ക് ഈ ഒരു എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു എണ്ണ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി മറ്റൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ വീട്ടിലെപ്പോഴും ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനെ പലതരത്തിലും നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ടാവും. അപ്പോൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൂപ്പൽ വരിക അല്ലെങ്കിൽ ചീത്തയായി പോവുക. പ്രത്യേകിച്ച് നമ്മൾ വിനീഗർ ഒഴിക്കാണ്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാം. അപ്പോൾ നമുക്ക് പണ്ട് കാലം മുതലേ ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ. ഞാൻ ഇത് ഒരു ചെറിയ ബോട്ടിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇത്രയേ വേണ്ടൂ. 2 കതിരി തുളസിയില, അതായത് പൂവില്ലാത്ത ഇല വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒരുപാട് വലിയ ഭരണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നല്ലൊരു പിടി തുളസിയില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൂപ്പലും വരില്ല, അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറില്ല. വിനീഗർ ഒഴിക്കാതെ ഉപ്പിലിട്ട് വെക്കുന്നതിൽ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി, അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഉപ്പ് കല്ലുപ്പാണെന്നുണ്ടെങ്കിലും പൊടിയുപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അത് അലിഞ്ഞു പോവാതിരിക്കാൻ, കുറച്ച് ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളമായി പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനുള്ളൊരു ടിപ്സാണ് കേട്ടോ. ഉപ്പ് പാത്രത്തിലേക്ക് ഇടുന്നതിന് മുന്നായിട്ട് നമുക്ക് ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസാണ് എടുത്തിട്ടുള്ളത്. ആ റൈസ് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ബോട്ടിലിൻ്റെ എംപ്റ്റി ബോട്ടിൽ നമ്മൾ ആദ്യം ഇതുപോലെ റൈസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് അരിയൊന്നും വേണ്ട, കുറച്ച് മാത്രം, ഏകദേശം 1.5 ടീസ്പൂൺ അളവിൽ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള മറ്റൊരു ടിപ്സാണ് കേട്ടോ ഇത്. ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും അത് നല്ല ബെറ്ററായിട്ട് തോന്നി. എന്നിട്ട് ആ ഒരു റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും താഴത്ത് മാത്രം അരി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ ഉപ്പ് പെട്ടെന്ന് വെള്ളമായി പോകുന്നത് കാണാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പല കാരണങ്ങൾ കൊണ്ടും പല ആളുകൾക്കും കയ്യിലെ നഖത്തിനാണെങ്കിലും കാലിലെ നഖത്തിലാണെങ്കിലും ഇതുപോലെ കേട് വരാറുണ്ട്. എന്നാൽ നമുക്കൊരു കെമിക്കലും ഉപയോഗിക്കാതെ നമുക്ക് വേദന ഇല്ലാണ്ട് ആ ഒരു വേദന, കാലിലുണ്ടാകുന്ന വേദന മാറ്റാനും കുഴിനഖം വന്നത് കാരണം നഖം കേട് വന്നത് നമുക്ക് പുതിയ നല്ല നഖമാക്കി മാറ്റിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ 2 ടിപ്സ് പറയുന്നുണ്ട്, എന്തായാലും ബെനിഫിറ്റ് കിട്ടും. അത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് കടുകാണ്. കടുക് എന്തായാലും നമ്മുടെ വേദനയെ കുറയ്ക്കാൻ ഒരു വേദനാ സംഹാരി തന്നെയാണ് കടുക്. അപ്പം നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണല്ലോ കടുക്. അത് കുറച്ചെടുക്കാം, ഏകദേശം നമുക്കൊരു 1 ടീസ്പൂൺ അളവിൽ മതിയാവും. എന്നിട്ട് അത് ചെറിയ ഉരലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസായി പോകണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ ഒരു യെല്ലോ കളർ കാണുന്ന രീതിയിൽ ചതഞ്ഞ് കിട്ടണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചേർത്തേണ്ടത്, ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ തന്നെ റൈസ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. അതും അതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 കല്ലുപ്പ്, ഒരുപാട് വേണ്ട, 2 കല്ലുപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചോറൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം, ആ ഉപ്പും കൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. നല്ലതുപോലെ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതിന് ശേഷം കുഴിനഖം കാരണം വേദനയുള്ള ആ നഖത്തിൽ ഈ ഒരു മരുന്ന്
നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ഒരു 10-15 മിനിറ്റ് നമുക്ക് ആ നഖത്തിൽ വെക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ. ഈ ഒരു മരുന്ന് കാലുണ്ടാവുന്ന വേദനയും ആ പഴുപ്പും മാറ്റാൻ മാത്രമേ സഹായിക്കുള്ളൂ. അത് നമുക്ക് 1-2 തവണ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേദന പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചിലപ്പോൾ ചോര കലച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വിട്ടു പോകാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കേടായ നഖത്തിന് വല്ല ചൊറിച്ചിലോ അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യാം. കുഴിനഖം വന്നിട്ട് പല ആളുകളുടെയും നഖം കേട് വന്നിട്ട് ഒരു പുതിയ നല്ലൊരു നഖത്തിൻ്റെ ഒരു രൂപമേ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള നഖം നമുക്ക് നല്ല പുതിയ നഖം വളർത്തിയെടുക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അതിന് വേണ്ടത് ഇത് വൈറ്റ് ആൻഡ് ഫീൽഡ് ഓയിൽമെൻ്റ് ആണ്. ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വളരെയധികം വില കുറവാണ്. ഏകദേശം ഒരു 35 രൂപ അല്ലെങ്കിൽ ഒരു 40 രൂപേൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. നമുക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചോദിച്ചാൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് വൈറ്റ് ഫീൽഡ് ഓയിൽമെൻറ്റ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണം. ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റ് നിങ്ങൾ എന്തായാലും വാങ്ങി വയ്ക്കാം. ഇത് ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് കേടായിട്ടുള്ള നഖമാണെന്നുണ്ടെങ്കിൽ വളരെയധികം കേടായി വന്ന് നഖത്തിൻ്റെ ഷേപ്പും അതിൻ്റെ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനി നഖം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു ഓയിൽമെൻറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഓയിൽമെൻറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ കടുക് വെച്ചിട്ടുള്ള അതാണെന്നുണ്ടെങ്കിലും നമ്മൾ കാലൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമേ അത്തരം മെഡിസിനൊക്കെ ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുള്ള കാലിൽ ഇതുപോലെ ആ ഓയിൽമെൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു ഉൾഭാഗത്തൊക്കെ ചിലപ്പോൾ വലിയ ഓട്ടയൊക്കെ ഉണ്ടാവും നഖത്തിൽ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മരുന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ദിവസവും തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓരോ ദിവസം വരുമ്പോഴും നമുക്ക് പുതിയ നഖം ഇങ്ങനെ വളർന്ന് വരില്ലേ. അങ്ങനെ നിങ്ങൾ ആ നഖങ്ങൾ ഇങ്ങനെ പഴയ നഖം കേടായിട്ടുള്ള നഖങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു ഓയിൽമെൻറ്റ് തേച്ചതിന് ശേഷം പുതുതായിട്ട് വളർന്നു വരുന്ന നഖം നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള നഖമായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഓയിൽമെൻറ്റ് വാങ്ങിച്ച് വയ്ക്കാം. ഇത് ഇങ്ങനെ കുഴിനഖം ഉള്ളവർ വാങ്ങിച്ച് ഉപയോഗിക്കുക കേട്ടോ. നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.